A large trapezium made up of 4 equal trapeziums. Find the coordinate of the vertices of all these trapezium. തുല്യമായ 4 ലംബങ്ങൾ ചേർന്ന ഒരു വലിയ ലംബകം. എല്ലാ ലംബങ്ങളുടെയും മൂലകളുടെ സൂചകസംഖ്യകൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ടോട്ടൽ ലെങ്ത് 8 തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന്റെ മെഷർമെന്റുകളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ചിത്രം കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ വരും. ടോട്ടൽ ലെങ്ത് 8 ആണ്. അപ്പൊ അതിനെ ഈക്വൽ ആയിട്ട് ഇവിടെ എ എന്ന് പറയുന്നത് 2 ട്രപ്പീസിയങ്ങളാണല്ലോ വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ എ വെച്ചിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ 4 4 വരും. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. ഈ ലെങ്ത് 2 ആയിരിക്കും. അതേപോലെ ഈ ടോപ്പിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ആയിരിക്കും. ഇവിടെയും ടോപ്പ് 2 ആയിരിക്കും. ഇവിടെയും ടോപ്പ് 2 ആയിരിക്കും. ഈ ഹൈറ്റ് 2 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ബേസ് ആണ്. അപ്പൊ ഇവിടെ 4 വരും. ഒന്നുകൂടി, ടോട്ടൽ ലെങ്ത് 8 ആണ്. അപ്പൊ അതിന്റെ പകുതി 4 വരും. ദെൻ അതേപോലെ തന്നെ ടോപ്പും തന്നെ ഈക്വൽ ട്രപ്പീസിയങ്ങളാണ് ഓരോന്നുള്ളത്. അപ്പൊ ഇവിടെ 4നെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 2 വരും. അതേപോലെ തന്നെ വേറെ ട്രപ്പീസിയത്തിന്റെ ടോപ്പ് അല്ലേ? അപ്പൊ ഇത് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇത് വേറെ ട്രപ്പീസിയത്തിന്റെ ടോപ്പ് അല്ലേ? അപ്പൊ ഇത് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇത് വേറെ ട്രപ്പീസിയത്തിന്റെ ടോപ്പ് അല്ലേ? ഇത് എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റും എന്ത് തന്നെയായിരിക്കും? 2 ആയിരിക്കും. അപ്പൊ ഈ ഹൈറ്റും എന്തായിരിക്കും? 2 ആയിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് ഹൈറ്റ് 2 വരാനുള്ള കാരണം എന്താ? ഈ ഇവിടുന്ന് ടോട്ടൽ ലെങ്ത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം 4 നമുക്കറിയാം. ഇവിടെ താഴത്തെ അതേ ലെങ്ത് ആണ് ഇവിടെയും വരിക അല്ലെ? അപ്പൊ അതിൽ 2 ഇവിടെ ഉണ്ട്. അപ്പൊ ബാക്കി 2. അപ്പൊ എല്ലാ മെഷർമെന്റുകളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മൂലകൾ എഴുതാലോ. ആദ്യം നമുക്ക് എ എഴുതാം. അല്ലെങ്കിൽ ഒ എന്ന് പറയുന്നത് 0 0 ആണ്. പിന്നെ എ എന്ത് വരും? എ ഇവിടുത്തെ എക്സ് എത്രയാ? ഇതുവരെ ടോട്ടലാണ് 8. ഇവിടെ വരെ എത്രയുള്ളൂ? 4. y എത്രയാണ്? 0. ഓക്കെ. ഇനി അടുത്തത് ബി വരുമ്പോ ബി ഇവിടെ തൊട്ട് ഈ ഒ തൊട്ട് ബി വരെയുള്ള നീളം 8 ആണ്. അപ്പോ എക്സ് 8 വരും. y നേരെ നോക്കുമ്പോ ഇവിടെ 0. അപ്പൊ 8 0. അപ്പൊ ബി ആയി. ഇനി നമുക്ക് സി നോക്കാം. സി എവിടെ? സി എവിടെയാണ്? ഇതിന്റെ എക്സ് നേരെ താഴോട്ട് നോക്കുമ്പോ എത്രയാ? 4. ഇനി y എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്. അത് എത്രയാ? 2. അപ്പൊ 4 2. ഇനി സി ആയി. ഇനി ഡി കാണാം. ഡി ഇവിടുന്ന് നേരെ ഇങ്ങനെ താഴോട്ട് ഇവിടെയാണ് എക്സ് വരിക. ഇവിടുന്ന് ഇതുവരെ 4 ആണ് അല്ലെ? ഈ എ എന്ന് പറയുന്ന പോയിന്റ് വരെ 4 ആണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം 2 ആണ്. അപ്പൊ ഇവിടെ എത്ര വരും? 6 വരും. 4ഉം 2ഉം 6 വരും. കണ്ടേ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം 2 അല്ലേ? അപ്പൊ 4ഉം 2ഉം 6 വരും. എക്സ് 6 വരും. എങ്ങനെയാ 6 കിട്ടിയത്? ഈ എ വരെ 4 ആണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം എന്ന് പറയുന്നത് 2 ആണ്. അത് ടോപ്പിലുള്ള ആ ലെങ്ത് തന്നെയാണ് വരിക. അപ്പൊ ഇവിടെ 2 ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 2 ആയിരിക്കും. 4ഉം 2ഉം 6. അപ്പൊ 6. y നേരെ നോക്കിയേ. y എത്രയാണ്? ഈ ഹൈറ്റ് അത് എത്രയാ? 2. അപ്പൊ 6 2 അല്ലെ? ഇനി അടുത്ത് ഇയുടെ സൂചകസംഖ്യ കാണണം. ഈ നേരെ താഴോട്ട് ഇങ്ങനെ എയുടെ അവിടെയാണ് 4. ഈ ലെങ്ത് 2 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 2. അപ്പൊ 4ന്ന് 2 ഇങ്ങോട്ട് പോരണം. 4ന്ന് 2 പോന്നു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എത്ര ഉണ്ടാവും? 2. അപ്പൊ ഇയുടെ എക്സ് സൂചകസംഖ്യ 2. y എത്ര തന്നെയാ വരിക? ഈ ഹൈറ്റ് അത് 2 തന്നെ. അപ്പൊ ഇ എന്ന് പറയുന്നത് 2 2. ഇനി എഫ് ഇവിടുന്ന് നേരെ താഴോട്ട് നോക്കുക. അപ്പൊ എക്സ് എത്രയാണ്? 4. y എന്ന് പറയുന്നത് ഇവിടുന്ന് ഇതുവരെ 2 ആണ്. അവിടുന്ന് ഒരു 2ഉം കൂടി കൂടി. അപ്പൊ മൊത്തം 4 വരും. അപ്പൊ 4 4. ഇനി ജി ഈ ലെങ്ത് നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാ? 4ഉം 2ഉം 6 വരും. ഇനി y വിലങ്ങനെയുള്ള വരെയാണ്. വിലങ്ങനെയുള്ള വഴികൾ വരയിലെ എല്ലാ വഴികളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ 4 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് തന്നെ വരിക? 6 4. ഇനി എച്ച് നോക്കുമ്പോ നേരെ താഴോട്ട് എത്രയാ? 8. y എത്രയാ? 4. അപ്പൊ 8 4. ഇപ്പൊ എല്ലാ മൂലകളും ആയില്ലേ? ഓക്കെ.